ഭക്തന് യാതൊരു തകരാറും കൂടാതെ സംരക്ഷിക്കുന്നതായ ആർത്തനായിരിക്കുന്ന ഭക്തൻ, ജ്ഞാനി, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ആർത്തൻ തുടങ്ങിയിട്ടുള്ള 4 തരത്തില് ഭക്തന്മാരുണ്ടെന്നൊക്കെയാണ് ആചാര്യന്മാരെ അനുസ്മരിക്കുക. അതിൽ ആർത്തനായിരിക്കുന്ന ഭക്തനെ ഭഗവാൻ കണ്ണും മൂക്കില്ലാണ്ട് ഓടി വരും. അങ്ങനെയുള്ള ആർത്തബന്ധുവായിരിക്കുന്ന ഭഗവാനെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ എന്ന് പ്രഹ്ലാദൻ പറയും. ഭക്തപ്രിയനാണ് ഭഗവാൻ, കൽപ്പവൃക്ഷത്തിന് തുല്യമാണ്. എന്ത് ചോദിച്ചോ അത് മുഴുവൻ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് അപ്രകാരം ഇരിക്കുന്ന ആർത്തന്മാരില്, ദീനന്മാരില്, ആശ്രിതന്മാരില് വാത്സല്യമുള്ള, കാരുണ്യമുള്ള ഭഗവാനെ ത്വദ്ദത്തയ, അവിടുന്ന് നൽകിയതായ വയുനയ, വയുന എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം, അങ്ങ് നൽകിയതായ ആ ജ്ഞാനം കൊണ്ടാണ്, ത്വദ്ദത്തയ വയുനയ, അങ്ങ് നൽകിയതായ ആ ജ്ഞാനം കൊണ്ടാണ് അചഷ്ട, ദർശിച്ചത്, കണ്ടത്, ഇതം വിശ്വം, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ദർശിച്ചത് ബ്രഹ്മാവ്. ബ്രഹ്മാവിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ബ്രഹ്മാവ് എന്ന ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അങ്ങ് നൽകിയ ആ ആത്മജ്ഞാനം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി രഹസ്യത്തിനെ തേനെ ബ്രഹ്മഹൃദയ ആദികവയെ എന്ന് 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. സൃഷ്ടി രഹസ്യത്തിനെ ദ്വിതീയ സ്കന്ധത്തില് 9-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടു. ചതുശ്ലോകി ഭാഗവതത്തിലൂടെ അഹമേവാസമേവാഗ്രേനാന്യത്തിൽ സൽപരം പശ്ചാത്തകം യജതച്ച യോപശിഷ്യേത് സോസ്മ്യഹം തദർത്ഥം യ പ്രതീയത ന പ്രതീയത ആത്മനി തദ്വിദ്യാത്മനവുമായ മെധാഭാസോ യഥാതമ എന്നൊക്കെ പറഞ്ഞ് 4 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യത്തിനെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആ ബ്രഹ്മാവ് ഈ വിശ്വത്തിനെ കണ്ടത്. ഹിരണ്യഗർഭനായിട്ട് സത്യലോക നിലയേ ജാതോസിധാതാ സ്വയം എന്ന് മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയണു. ഹിരണ്യഗർഭനായിരിക്കുന്ന ബ്രഹ്മാവ് വിരാട് പുരുഷന്റെ ശിരോഭാഗത്തു നിന്ന് ഉത്ഭവിച്ചപ്പോ കാരണജലം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ്. താൻ ആരാണ്, എന്താ തന്റെ പേര്, എന്താ തന്റെ കർത്തവ്യം, ഞാൻ എവിടെന്ന് വന്നു, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇതൊരു പിടിയില്ല. ആ സമയത്താണ് സ്പർശേഷുയൽ ഷോഡശമേകവിംശം, വ്യഞ്ജനാക്ഷരങ്ങളില് 16-ാമത്തെയും 21-ാമത്തെ അക്ഷരങ്ങൾ, 16-ാമത്തേത് ത, 21-ാമത്തേത് പ, ഇതൊക്കെ ദ്വിതീയ സ്കന്ധത്തിൽ നമ്മൾ കണ്ടതാണ്. തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്തപ്പോ കാലത്തിന് പ്രവേശനമില്ലാത്ത രജസ്തമോ